നടി ഹണി റോസിന്റെ പരാതിയിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ വിസമ്മതിച്ചെന്ന വാർത്തയിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടി കടുപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 9:50 കടുത്ത നടപടിയെ പേടിച്ചു തന്നെയാണ് ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ പുറത്തേക്ക് പോയത്. നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ജാമ്യം കിട്ടിയിട്ടും ഇന്നലെ പുറത്തിറങ്ങാതെയായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെ കടുത്ത വിമർശനമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നലെ എന്താണ് സംഭവിച്ചതെന്ന് കോടതി ജില്ലാ ജഡ്ജിയോട് ചോദിച്ചു. ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാനുള്ള റിലീസ് ഉത്തരവ് ഇന്നലെ തന്നെ ഇറങ്ങിയതാണെന്നും ബോബി ചെമ്മണ്ണൂർ നാടകം കളിക്കരുതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. വേണ്ടി വന്നാൽ താൻ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യും. കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുത്. കഥ മെനയാൻ ശ്രമിക്കുകയാണോ? മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണോ ശ്രമം? ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കഴിയുമെന്ന് കോടതി പറഞ്ഞു. ഹാജരായ മുതിർന്ന അഭിഭാഷകനെ പോലും അപമാനിക്കുകയാണ് ചെയ്തത്. മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇത് കോടതിക്ക് അറിയാം. ജാമ്യം എങ്ങനെ ക്യാൻസൽ ചെയ്യണമെന്ന് തനിക്കറിയാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇന്നലത്തെ സംഭവ വികാസങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോടതിയെ പോലും അപമാനിക്കാനാണോ ശ്രമം? ഇത്തരം നടപടികൾ അംഗീകരിക്കാനാവില്ല. വേണമെങ്കിൽ 1 മാസത്തിനകം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ ആവശ്യപ്പെടാൻ തനിക്കറിയാം. ഇന്നലെ എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് അറിയിക്കണമെന്നും കേസ് 12 മണിക്ക് വീണ്ടും പരിഗണിക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ടെന്നും പറഞ്ഞ ഹൈക്കോടതി 12 മണിക്ക് കാരണം കാണിച്ച് വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകി. അല്ലാത്തപക്ഷം ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞു. നിയമത്തിന് മുകളിലാണോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂർ ഇന്ന് രാവിലെ ജയിൽ മോചിതനായി. ബുധനാഴ്ച രാവിലെയോടെ ജാമ്യ ഉത്തരവ് ജയിലിൽ എത്തിച്ചതിന് പിന്നാലെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ബോബി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ചൊവ്വാഴ്ച ഉത്തരവ് ജയിലിൽ എത്തിക്കാൻ കഴിയാതിരുന്നതെന്നായിരുന്നു അഭിഭാഷകരുടെ വാദം. ഇത് സത്യവാങ്മൂലമായി ജയിൽ അധികൃതർക്ക് എഴുതി നൽകി. വിവിധ കേസുകളിൽ പ്രതിയായി ജയിലിൽ കഴിയുന്നവരിൽ ജാമ്യം ലഭിച്ചിട്ടും പുറത്തിറങ്ങാനാവാത്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബോബി കഴിഞ്ഞ ദിവസം ജയിൽ മോചിതനാകാൻ തയ്യാറായിരുന്നില്ല. ജയിലിന് പുറത്തെത്തിയ ബോബി ഇക്കാര്യം ആവർത്തിച്ചു. അത് കോടതി അലക്ഷ്യമല്ലേ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ ബോബി തയ്യാറായില്ല. ബോബിയെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് അനുവദിക്കാതെ അഭിഭാഷകർ കൂട്ടിക്കൊണ്ടുപോയി. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചത്. രാത്രി 7:30 വരെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സമയം അനുവദിച്ചത്. ബോബി ജയിൽ മോചിതനാകുമെന്ന പ്രതീക്ഷയിൽ നൂറുകണക്കിന് ആളുകൾ ജയിൽ കവാടത്തിന് മുന്നിൽ എത്തിയിരുന്നു. ഇവർ മുദ്രാവാക്യം വിളിക്കുകയും പ്ലക്കാർഡ് ഉയർത്തുകയും ചെയ്തു. പ്രതിഭാഗത്തിന്റെ ഈ നടപടികളിൽ ഹൈക്കോടതിക്ക് അതൃപ്തിയുണ്ടായിരുന്നുവെന്നാണ് സൂചന. ഇതേ തുടർന്ന് കേസ് വീണ്ടും പരിഗണനയ്ക്കെടുത്തു. ബുധനാഴ്ച രാവിലെ 10:15 ബോബിയുടെ അഭിഭാഷകരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബോബിയെ തിരക്കിട്ട് ജയിലിന് പുറത്തേക്ക് എത്തിച്ചത്.